ബിഗ് ബോസ് ഹൗസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കരച്ചിൽ. 7ാം സീസണിലും അതിൽ മാറ്റം വന്നിട്ടില്ല. ആദ്യം കരയാൻ പോകുന്നത് രേണുവായിരിക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത്. പക്ഷേ കരച്ചിലിന് ഈ സീസൺ തുടക്കമിട്ടത് അനുമോൾ തന്നെയാണ്. സങ്കടവും സന്തോഷവും അതിവേഗത്തിൽ വരുന്ന തന്നെയാണെന്നും എങ്കിലും ഹൗസിൽ വെച്ച് പരമാവധി കരയാതിരിക്കാൻ ശ്രമിക്കുമെന്നും അനുമോൾ പോകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അനുവിനായിട്ടില്ല. അപ്പാനി ശരീരത്തിന്റെ കഴുത്തു വേദനയാണ് അനുവും ഷാനവാസും തമ്മിലുള്ള വഴക്കിൽ കലാശിച്ചത്. മെഡിക്കൽ ടീമിന്റെ സഹായം ചോദിക്കണമെന്ന് ഷാനവാസ് അനുവിനോട് പറഞ്ഞപ്പോൾ ചെറിയ വേദനയ്ക്ക് ഡോക്ടറെ വിളിക്കേണ്ട, ചൂട് പിടിച്ചാൽ പോരെ എന്നായിരുന്നു അനു ചോദിച്ചത്. അതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമായി. ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് എഴുതുന്നത് എന്ന് അനു പറഞ്ഞു ഷാനവാസ് സഹ മത്സരാർത്ഥിക്കിടയിൽ എല്ലാം പ്രചരിപ്പിച്ചു. അതോടെ ഡോക്ടറെ ബെന്നി ബെസ്റ്റാനും അക്ബറും അനുവും എതിരെ ആക്രോശിച്ച് എത്തുകയും ചെയ്തു. അക്ബറിന്റെ ഭാര്യയും ഡോക്ടർ തന്നെയാണ്. ഡോക്ടർമാരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് ആവശ്യപ്പെട്ടും അക്ബറും ബിന്നിയും അനുവിനെ ശകാരിച്ചു. എന്നാൽ താൻ അത്തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ലെന്നും ഷാനവാസ് വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നുമാണ് അനുമോൾ പറയുന്നത്. എല്ലാ വശത്തു നിന്നും വിമർശനവും ശകാരവും വന്നതോടെ അനുമോൾ കരയാൻ തുടങ്ങി. വിഷയം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് അനുവിനെ ആശ്വസിപ്പിച്ചെങ്കിലും അതൊന്നും തന്നെ തണയാനും സാധിച്ചില്ല. ഡോക്ടർമാരെ വിമർശിച്ച് അനു സംസാരിച്ച പോലെ എനിക്ക് തോന്നിയെന്ന് ഷാനവാസ് ബിന്നിയോടും അക്ബറിനോടും തിരുത്തി പറയുകയും ചെയ്തു. ഷാനവാസ് ഓവർ ഷോ കാണിക്കുന്നുവെന്ന് ഫാത്തിമയും അക്ബറും നടനെ വിമർശിച്ചും രംഗത്ത് വന്നു. അനുവും ഷാനവാസും തമ്മിൽ മാത്രമല്ല, ബിഗ് ബോസ് വീട്ടിലെ ഓരോ കോണിലും ചെറിയ ചെറിയ വഴക്കുകൾ നടക്കുന്നുണ്ട്. മറ്റൊരു വഴക്ക് ആര്യയും അഭിലാഷും തമ്മിലായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ തുപ്പൽ തെറിക്കുന്നുവെന്നും അകത്തിൽ നിന്ന് സംസാരിക്കുന്നുവെന്നും അഭിലാഷിനോട് ആര്യൻ ആവശ്യപ്പെട്ടതോടെയാണ് ഈ വഴക്കും ആരംഭിച്ചത്. മറ്റൊന്ന് മലയാളത്തിൽ സംസാരിക്കാൻ ക്യാപ്റ്റനായ അനീഷ് വീട്ടുകാരോട് ആവശ്യപ്പെട്ടതോടെയാണ് ആരംഭിച്ചത്. ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം സുപ്രഭാതം എന്നാണ് അനീഷ് വീട്ടുകാരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വീട്ടുകാർ അതിനെ എതിർത്തു. മലയാളം പറയാൻ നമുക്കറിയാം, നമ്മുടെ കൂടെയാണ് നീ, അല്ലാതെ നിന്റെ കൂടെയല്ല ഞങ്ങൾ എന്നായിരുന്നു അപ്പാനി ശരത്ത് അനീഷ് നൽകിയ മറുപടി. അത് മറ്റൊരു തരത്തിൽ വഴി തെളിച്ചു. ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കുകളും സംഭവിക്കുന്നത് അപ്പാനി ശരത്തും അനീഷും തമ്മിലാണ്. അനീഷ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അപ്പാനി ശരത്തിന് വലിയ വഴക്കിലേക്ക് തർക്കിക്കുകയും കൊണ്ടുപോകുകയും കാണുമ്പോൾ സീസണിലെ 6 മത്സരാർത്ഥിയായ അസിം റോക്കിയെയാണ് ഓർമ്മ വരുന്നത് എന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിൽ ആര് വിജയിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.